ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഓമയ്ക്കയുടെ ഒരു തോരനാണ്. ഓമയ്ക്ക എന്ന് പറയും, കപ്പയ്ക്ക എന്ന് പറയും, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ഞാനതിന് ഓമയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിനാവശ്യമായ സാധനങ്ങൾ: ചിരകിയ തേങ്ങ 1 കപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 4 കഷ്ണം വെളുത്തുള്ളി, 4 കഷ്ണം പച്ചമുളക്, ആവശ്യത്തിന് ജീരകം, ഉപ്പ്, എണ്ണ. ഇനി എങ്ങനെയാണ് നമുക്ക് തോരൻ വെക്കുന്നതെന്ന് കാണാം. ഇത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ ഈ തോരന് വേണ്ടി ഈ തേങ്ങ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ തോരന് ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരി വറുത്ത് ചേർക്കണം. അത് കാണാം. കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഈ അരി ചേർക്കാം. ഈ അരി നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. അതൊരു ശകലം മതി, ഒരു പിടി ഈ അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലൊന്ന് പൊട്ടണം. പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന താളി ചേർക്കുന്ന ഈ ചെറിയ ഉള്ളി, കറിവേപ്പില, ഈ വറ്റൽമുളക് ഇതുകൂടി ചേർക്കാം. എന്നിട്ടത് നല്ലതുപോലെ ഒരു ലൈറ്റ് കളറാകുമ്പോൾ, മെറൂൺ കളറാകുമ്പോൾ ഇതിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ അരപ്പ് ചേർക്കാം. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് എളുപ്പമായി, ഇത് നല്ലൊരു ഉച്ചയ്ക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സാധനമാണ്. ഇത് ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും വീട്ടിൽ കാണും ഓമയ്ക്ക, അതായത് കപ്പയ്ക്ക. ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത്. ഞാനിതിനെ ചതച്ച കൂട്ടത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ശകലം വെള്ളം, അത് വെള്ളം ഒഴിക്കണ്ട, ഈ ആവിയിലിരുന്നാണ് ഇത് വേവുന്നത്, എന്നാലേ അതിന് രുചിയുള്ളത്. ഇനി ഒരു ശകലം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരടപ്പ് വെച്ച് ഈ തോരനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം. ഇത് അടിക്കൊന്നും പിടിക്കാതെ ഇളക്കി നോക്കണം. വെള്ളം ഒട്ടും ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം. ഈ തോരൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിനകത്തെ വെള്ളമെല്ലാം വറ്റി, അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നല്ലതുപോലെ വറ്റി നല്ലതായി നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നല്ല ആവിയിലിരുന്ന് വേവണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇപ്പം നമ്മളുടെ ഓമയ്ക്ക തോരൻ റെഡിയായിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഉണ്ടാക്കാം. നമ്മുടെ എല്ലാ വീട്ടിലുണ്ട് ഓമയ്ക്ക. അതുകൊണ്ട് നമ്മളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.